വെല്ലുവിളികളെ അതിജീവിക്കുവാൻ കുരിശിന്റെ വഴിയാണ് സഭയും ഒരുമിച്ചുള്ള ഈ യാത്രയിൽ ഏറ്റെടുക്കേണ്ടത്. ഇവിടെ നാം ആദ്യം വിശകലനം ചെയ്യേണ്ടത് നമ്മുടെ യാത്ര ഒരുമിച്ചാണോ എന്നതാണ്. യേശുവിന്റെ കുരിശിന്റെ പിന്നിൽ അണിനിരക്കുന്ന വിവിധ ക്രൈസ്തവ സഭകളിലും വ്യക്തിഗത സഭകളിലും നിലനിൽക്കുന്ന ആന്തരിക വിഭാഗീയതയുടെ സ്പർദ്ധ യഥാർത്ഥ ക്രിസ്തു സാക്ഷ്യത്തിന് ഒട്ടും യോജിച്ചതല്ല. സമൂഹത്തിൽ നിലനിൽക്കുന്ന അനീതിയും അധർമ്മവും അരാജകത്വവും ചോദ്യം ചെയ്യുവാൻ ഒരുമിച്ച് കൈകോർക്കാൻ നമുക്ക് ആകുന്നുണ്ടോ? ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾ, മതസ്വാതന്ത്ര്യം, സംസാര സ്വാതന്ത്ര്യം തുടങ്ങിയവ സംരക്ഷിക്കപ്പെടുവാൻ ക്രൈസ്തവരായി നാം ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടവരാണ്. കൂടാതെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും ക്രൈസ്തവർക്കെതിരെ അതിക്രൂരമായ മർദ്ദനങ്ങൾ അന്ധകാര ശക്തികളിൽ നിന്ന് നേരിടേണ്ടി വരുന്നു. ഫലപ്രദമായ ഇടപെടലുകൾ ഔദ്യോഗിക പക്ഷത്തു നിന്ന് ഇതിനെതിരെ ഉണ്ടാകുന്നില്ല. ഇവയ്ക്കെല്ലാം കാരണമായി തീരുന്ന ഛിദ്രശക്തികൾക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത ഇന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ അഭിപ്രായങ്ങൾ വ്യക്തമായി പ്രകടിപ്പിക്കുവാനുള്ള അവസരം നാം പ്രയോജനപ്പെടുത്തുകയും വേണം.